സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കർത്തൃ നാമത്തിൽ സ്വാഗതം. ദൈവജനമേ, വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട്. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു, ഞങ്ങളിൽ വന്ന് നിറയണമേ. 137 സങ്കീർത്തനം. പ്രവാസിയുടെ വിലാപം. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. കർത്താവെ, ജെറുസലേമിൻ്റെ ദിവസത്തിൽ ഏദോമ്യർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ. ഇടിച്ചു നിരത്തുവീൻ, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവീൻ എന്ന് അവർ പറഞ്ഞു. സംഹാരിണിയായ ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. നിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ. ദൈവജനമേ, സങ്കീർത്തനം 137 അധ്യായം. ബാബിലോണിലെ നദിക്കരകളിൽ തങ്ങളുടെ തടവറയിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയുടെ ആഴത്തിലുള്ള വേദനയുടെയും നഷ്ടപ്പെട്ട ഭവനത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെയും ദൈവത്തോടുള്ള വിശ്വസ്തതയുടെയും ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. വിജാതീയരുടെ ദേശത്ത് സിയോനിൻ്റെ ഗീതങ്ങൾ പാടുവാൻ അവർ ആവശ്യപ്പെട്ടപ്പോൾ സ്വന്തം ഹൃദയത്തിലെ മുറിവുകൾ കാരണം അവർക്ക് അതിന് സാധിക്കുമായിരുന്നില്ല. ഈ സങ്കീർത്തനം പ്രവാസ ജീവിതത്തിൻ്റെ കയ്പും ആത്മാവിൻ്റെ നൊമ്പരവും വിദേശ മണ്ണിലെ അരക്ഷിതാവസ്ഥയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം നാടും ദേവാലയവും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ തേങ്ങലുകൾ ഓരോ വചനത്തിലും മുഴങ്ങി കേൾക്കാം. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം 6-ാം നൂറ്റാണ്ടിലെ ബാബിലോണിയൻ പ്രവാസകാലമാണ്. നെബൂഖദ്നേസർ രാജാവ് ജെറുസലേം നഗരത്തെയും ദേവാലയത്തെയും തകർത്ത് ജനതയെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയ സമയത്താണ് ഇത് രചിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തങ്ങളുടെ വിശുദ്ധ നഗരിയുടെ നാശവും വാഗ്ദത്ത ഭൂമിയിലെ ജീവിതത്തിൻ്റെ തകർച്ചയും വിഗ്രഹാരാധകർക്കിടയിലെ ജീവിതവും അവരെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അവിടെ അവർ അനുഭവിച്ച കഷ്ടതകളും പരിഹാസങ്ങളും തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനുമുള്ള പോരാട്ടവുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതൽ. ജെറുസലേമിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ എല്ലാ സന്തോഷങ്ങളെയും കെടുത്തിക്കളഞ്ഞു. സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തിലും ഈ വികാരം വളരെ ശക്തവും പ്രസക്തവുമാണ്. ആധുനിക കാലത്തെ പലായനങ്ങളും യുദ്ധക്കെടുതികളും അഭയാർത്ഥി ജീവിതവും ഈ സങ്കീർത്തനത്തിൻ്റെ വികാരങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു. ജോലി തേടിയോ മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടോ സ്വന്തം നാടും വീടും വിട്ട് അന്യനാട്ടിൽ ജീവിക്കുന്ന അനേകം മലയാളികളുണ്ട്. അവരിൽ പലരും തങ്ങളുടെ സാംസ്കാരിക പൈതൃകവും വിശ്വാസവും മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ചുറ്റുമുള്ള ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നു. താൽക്കാലികമായ ഭൗതിക നേട്ടങ്ങൾക്കിടയിലും ആത്മീയമായ ഒരു ശൂന്യതയും യഥാർത്ഥ ഭവനത്തോടുള്ള ഒരു ദീർഘവീക്ഷണവും അവരിൽ പലർക്കും ഉണ്ടാകാം. ഈ സങ്കീർത്തനം അത്തരത്തിലുള്ള ഓരോ പ്രവാസിയുടെയും ഹൃദയത്തിലെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ ഈ പ്രവാസത്തിൻ്റെ വേദനയ്ക്ക് ഒരു പൂർണ്ണത കൈവരുന്നു. യേശു ഈ ലോകത്തിൽ ഒരു പരദേശിയായാണ് ജീവിച്ചത്. കുറനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്. എന്നാൽ
മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഒരിടമില്ല എന്ന കർത്താവിൻ്റെ വാക്കുകൾ മത്തായി 8:20 നാം വായിക്കുന്നു. ഈ ഭൂമിയിലെ നമ്മുടെ താൽക്കാലിക വാസത്തെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ അനുഭവിച്ച തിരസ്കരണവും പീഡനങ്ങളും കുരിശുമരണവും ഈ സങ്കീർത്തനത്തിലെ കഷ്ടതയേക്കാൾ വലുതായിരുന്നു. കർത്താവായ യേശുവിൻ്റെ ജീവിതവും മരണവും ഉയർപ്പും നമ്മുടെ യഥാർത്ഥ ഭവനം ഈ ഭൂമിയിലല്ല, മറിച്ച് സ്വർഗത്തിലാണെന്ന സത്യം വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ഉത്ഥാനം എല്ലാ വേദനകളിൽ നിന്നും പാപത്തിൽ നിന്നുമുള്ള മോചനത്തിലേക്കുള്ള വാതിൽ തുറന്നു. അതുകൊണ്ട് തന്നെ നാം ഈ ലോകത്തിലെ നമ്മുടെ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം തികച്ചും സജ്ജരായിരിക്കണം. സങ്കീർത്തനത്തിലെ ഇസ്രായേൽ ജനം ജെറുസലേമിനെ ഓർത്തതുപോലെ നാം നമ്മുടെ സ്വർഗീയ ഭവനത്തെക്കുറിച്ച് നിരന്തരം ഓർക്കണം. നമ്മുടെ വീണകൾ അടിച്ചു മാറ്റാതെ, അതായത് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെടാതെ ജാഗ്രതയോടെ നമുക്ക് കാത്തിരിക്കാം കർത്താവിന് വേണ്ടി. ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ മതിമറന്ന് നമ്മുടെ ആത്മീയമായ ലക്ഷ്യം മറക്കരുത്. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം എന്ന ബോധ്യത്തോടെ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ജീവിക്കാൻ നാം അനുദിനം അനുനിമിഷം തയ്യാറെടുക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കിടയിലും തകർച്ചയുടെ വക്കിലാണെന്ന് തോന്നുന്ന സമയത്തും ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലും സ്നേഹത്തിലും നമുക്ക് പരിപൂർണമായി ആശ്രയിക്കാം. നമ്മുടെ വേദനകൾക്ക് ഒരു അറുതിയുണ്ടാകുമെന്നും പുതിയൊരു പ്രഭാതം ഉദിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി കർത്താവിൻ്റെ വഴികളിൽ നടക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഓർക്കുക, കർത്താവ്